ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് 4 കൂടുതലും കുറവും, ഭാഗം 3. വയസ്സെത്ര? അച്ഛൻ ജനിച്ചത് 1976, മകൻ ജനിച്ചത് 2005. അച്ഛനും മകനും തമ്മിൽ എത്ര വയസ്സിന്റെ വ്യത്യാസമുണ്ട്? ഇപ്പോൾ ഓരോരുത്തർക്കും എത്ര വയസ്സുണ്ട്? അച്ഛനും മകനും തമ്മിലുള്ള വയസ്സിന്റെ വ്യത്യാസം കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? മകൻ ജനിച്ച വർഷത്തിൽ നിന്ന് അച്ഛൻ ജനിച്ച വർഷം കുറച്ചാൽ മതി. 2005 കുറയ്ക്കണം 1976. കുറച്ചു നോക്കൂ. 29 എന്ന് ഉത്തരം കിട്ടും. അച്ഛനും മകനും തമ്മിലുള്ള വയസ്സിന്റെ വ്യത്യാസം 29 അങ്ങനെയെങ്കിൽ മകന്റെ വയസ്സ് പറയൂ. 2005 മകൻ ജനിച്ചത്. ഇതേതാണ് വർഷം? 2020. 2020 നിന്ന് 2005 കുറച്ചാൽ കിട്ടുന്നതല്ലേ മകന്റെ വയസ്സ്? അതെ, 15 എന്ന് ഉത്തരം കിട്ടും. 2020 മകന് 15 വയസ്സായി. അങ്ങനെയെങ്കിൽ അച്ഛൻ എത്ര വയസ്സുണ്ടാവും? മകന്റെ വയസ്സിനേക്കാൾ 29 വയസ്സ് കൂടുതലാവും അച്ഛന്. 15 കൂട്ടണം 29 എത്രയാണ്? 44. അച്ഛന്റെ വയസ്സ് 44 മകന്റെ വയസ്സ് 15. ഇനി കൂട്ടുകാർ ചെയ്യേണ്ടത് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ വയസ്സ് ചോദിച്ചു മനസ്സിലാക്കുക. അതിൽ നിന്നും അവർ ജനിച്ച വർഷം കണ്ടെത്താമല്ലോ. അതെങ്ങനെയാണ്? അതായത് ഒരാളുടെ വയസ്സ് 30 ആണെന്നിരിക്കട്ടെ. ഇത് ഏതാണ് വർഷം? 2020. 2020 നിന്ന് 30 കുറയ്ക്കുമ്പോൾ അവർ ജനിച്ച വർഷം കിട്ടും. 1990 എന്ന് കിട്ടും. ലാഭപ്രഭ. അമലിന്റെ വീട്ടിലെ വൈദ്യുതി മീറ്ററിൽ ഫെബ്രുവരി അവസാനം കാണിച്ചത് 1866 യൂണിറ്റ് ആണ്. മാർച്ച് അവസാനം 2165 യൂണിറ്റ് കാണിച്ചു. മാർച്ച് മാസത്തിൽ എത്ര യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചു? ലാഭപ്രഭ പദ്ധതിയിൽ ചേർന്ന് വൈദ്യുതിയുടെ ഉപഭോഗം കുറയ്ക്കാൻ അവർ തീരുമാനിച്ചു. ഏപ്രിൽ അവസാനം മീറ്ററിൽ കാണിച്ചത് 2402 യൂണിറ്റ് ആണ്. ലാഭപ്രഭയിൽ ചേർന്നപ്പോൾ വൈദ്യുതിയുടെ ഉപഭോഗം കുറയ്ക്കാൻ കഴിഞ്ഞോ? എത്ര യൂണിറ്റ് കുറയ്ക്കാൻ കഴിഞ്ഞു? ചോദ്യത്തിൽ എന്താണ് തന്നിട്ടുള്ളത്? ഫെബ്രുവരി അവസാനം കാണിച്ച യൂണിറ്റ് തന്നിട്ടുണ്ട്, മാർച്ച് അവസാനം കാണിച്ച യൂണിറ്റ് തന്നിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം എന്താണ്? മാർച്ച് മാസത്തിൽ എത്ര യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചു? എങ്ങനെയാണ് കണ്ടെത്തുന്നത്? മാർച്ച് അവസാനം കാണിച്ച യൂണിറ്റിൽ നിന്ന് ഫെബ്രുവരി അവസാനം കാണിച്ച യൂണിറ്റ് കുറച്ചാൽ പോരെ? അവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണോ അത്രയും യൂണിറ്റ് ആയിരിക്കില്ലേ മാർച്ചിൽ ഉപയോഗിച്ചിട്ടുണ്ടാവുക? അതെ, കുറച്ചു നോക്കൂ. 2165 കുറയ്ക്കണം 1866. എത്രയാണ് ഉത്തരമായി കിട്ടുന്നത്? 299. അപ്പോൾ മാർച്ച് മാസം ഉപയോഗിച്ച യൂണിറ്റ് 299. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ലാഭപ്രഭ പദ്ധതിയിൽ ചേർന്ന് വൈദ്യുതിയുടെ ഉപഭോഗം കുറയ്ക്കാൻ അവർ തീരുമാനിച്ചു. ഏപ്രിൽ അവസാനം മീറ്ററിൽ കാണിച്ചത് 2402 യൂണിറ്റ് ആണ്.
ലാഭപ്രഭയിൽ ചേർന്നപ്പോൾ വൈദ്യുതിയുടെ ഉപഭോഗം കുറയ്ക്കാൻ കഴിഞ്ഞോ? ഇവിടെ എന്താണ് കണ്ടെത്തേണ്ടത്? ഏപ്രിലിൽ എത്ര യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചു എന്ന് കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്താം? ഏപ്രിൽ അവസാനം മീറ്ററിൽ കാണിച്ച യൂണിറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. 2402. 2402 കുറയ്ക്കണം. മാർച്ച് മാസത്തിൽ എത്രയാണ് കാണിച്ചത്? 2165 ആണ്. 2402 നിന്ന് 2165 കുറച്ചാൽ കിട്ടുന്നതാണ് ഏപ്രിൽ മാസം ഉപയോഗിച്ച യൂണിറ്റ്. കുറച്ചു നോക്കൂ. 2402 കുറയ്ക്കണം 2165. എത്രയാണ് ഉത്തരമായി കിട്ടുന്നത്? 237. 237 യൂണിറ്റ് ആണ് ഏപ്രിൽ മാസം ഉപയോഗിച്ചത്. മാർച്ച് മാസം എത്രയായിരുന്നു? 299 ആയിരുന്നു. ഏതു മാസമാണ് കൂടുതൽ യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചത്? മാർച്ച് മാസമാണ്. ലാഭപ്രഭയിൽ ചേർന്നപ്പോൾ വൈദ്യുതിയുടെ ഉപഭോഗം കുറയ്ക്കാൻ കഴിഞ്ഞു. നോക്കൂ, എത്ര യൂണിറ്റ് കുറയ്ക്കാൻ കഴിഞ്ഞു? എങ്ങനെ കണ്ടെത്തും? മാർച്ച് മാസം 299 ആണ്. ഏപ്രിൽ മാസം 237 ആണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തിയാൽ പോരെ? അതെ. എന്താണ് ചെയ്യേണ്ടത്? കുറയ്ക്കണം. കുറച്ചു നോക്കൂ. 299 കുറയ്ക്കണം 237. എത്രയാണ്? 62. 62 യൂണിറ്റ് കുറയ്ക്കാൻ കഴിഞ്ഞു. യാത്ര. അമലിന്റെ അച്ഛനും അമ്മയും ടൗണിൽ പോകാൻ ബസ്സിൽ കയറി. 18 രൂപയാണ് ഒരാളിന്റെ ടിക്കറ്റ് നിരക്ക്. 100 രൂപയുടെ നോട്ടാണ് അച്ഛൻ കണ്ടക്ടർക്ക് കൊടുത്തത്. അയാൾ 2 രൂപയുടെ 2 നാണയങ്ങൾ തിരികെ നൽകിയിട്ട് 40 എന്ന് പറഞ്ഞു. 3 20 രൂപ നോട്ടുകൾ കൂടി കൊടുത്തിട്ട് ഇപ്പോൾ 100 ആയി എന്നും പറഞ്ഞു. നിങ്ങൾ ഇതിനെ എങ്ങനെ വിശദീകരിക്കും? എന്തൊക്കെ കാര്യങ്ങളാണ് ചോദ്യത്തിലുള്ളത്? ഒരാളുടെ ടിക്കറ്റ് ചാർജ് എത്രയാണ്? 18 രൂപയാണ്. അങ്ങനെയെങ്കിൽ രണ്ടുപേരുടെയും ടിക്കറ്റിന് എത്ര രൂപയാണ്? 36. 18 കൂട്ടണം 18. 36 രൂപയാണ് രണ്ടുപേരുടെ ടിക്കറ്റ് ചാർജ്. എത്രയാണ് അമലിന്റെ അച്ഛൻ കണ്ടക്ടർക്ക് കൊടുത്തത്? 100 രൂപയാണ് കൊടുത്തത്. ബാക്കി എത്ര രൂപ നൽകണം? 100ൽ നിന്ന് 36 കുറച്ചാൽ എത്രയാണ്? 64 ആണ്. 64 രൂപയാണ് കണ്ടക്ടർ തിരികെ നൽകേണ്ടത്. അത് കണ്ടക്ടർ എങ്ങനെയാണ് നൽകിയത്? ആദ്യം 2 രൂപ നാണയങ്ങൾ കൊടുത്തു, അതായത് 4 രൂപ. എന്നിട്ട് എന്താണ് പറഞ്ഞത്? ഇപ്പോൾ 40 ആയി എന്നാണ് പറഞ്ഞത്. അതായത് ടിക്കറ്റ് ചാർജ് ആയ 36ഉം തിരികെ നൽകിയ 4 രൂപയും കൂടി ചേർത്താണ് കണ്ടക്ടർ 40 എന്ന് പറഞ്ഞത്. പിന്നെ എന്താ ചെയ്തത്? 3 20 രൂപ കൊടുത്തു. എന്നിട്ട് എന്താണ് പറഞ്ഞത്? ഇപ്പോൾ 100 ആയി എന്ന്. 3 20 60 ആണ്. ആദ്യം കൊടുത്ത 2 രൂപ നാണയങ്ങൾ, അതായത് 4 രൂപയും ഇപ്പോൾ കൊടുത്ത 60 രൂപയും കൂടി ചേർന്നാൽ 64 രൂപയാവും. ഇവിടെ അമലിന്റെ അച്ഛൻ 100 രൂപ നൽകിയപ്പോൾ കണ്ടക്ടർ 1 രൂപ കൂടി തരാൻ പറഞ്ഞു എന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ എത്ര രൂപയാണ് കണ്ടക്ടർ തിരികെ നൽകേണ്ടി വരിക? 65 രൂപയായിരിക്കില്ലേ? അതെ, 65 രൂപ കണ്ടക്ടർ തിരികെ നൽകേണ്ടതായി വരും. അപ്പോഴെങ്ങനെയാവും പറയുക? ആദ്യം ഒരു 5 രൂപ കൊടുക്കും, 41 എന്ന് പറയും. പിന്നെ 3 20 രൂപ കൊടുക്കും, 60 എന്ന് പറയും. 60ഉം 40ഉം 100. 100ന്റെ കൂടെ 1 രൂപ കൂടി കൂട്ടുമ്പോൾ 101. അടുത്ത ചോദ്യം നോക്കൂ. കുടുംബ ബജറ്റ്. അമലിന്റെ വീട്ടിലെ ഒക്ടോബർ മാസത്തെ കുടുംബ ബജറ്റ് പരിശോധിക്കൂ. വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കൂ. വരവ്. കൃഷിയിൽ നിന്ന് പാൽ വിറ്റ ഇനത്തിൽ കൃഷിയിൽ നിന്നുള്ള വരവ് 4735 രൂപ.
പാൽ വിറ്റ ഇനത്തിൽ 4265 രൂപ. ചെലവ് ഭക്ഷണം എത്രയാണെന്ന് തന്നിട്ടില്ല. യാത്ര 500, വൈദ്യുതി ചാർജ് 400, ഫോൺ ബിൽ 330, വസ്ത്രം 460, വിനോദം പത്രം മാസിക 480, വിദ്യാഭ്യാസം 325, ആരോഗ്യം 400. ആകെ ചെലവ് തന്നിട്ടുണ്ട് 7445. വരവും ചെലവും തമ്മിലുള്ള വ്യത്യാസം എത്ര? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വരവ് എത്രയാണ്? 4735 കൂട്ടണം 4265. കൂട്ടി നോക്കൂ, എത്രയാണ് കിട്ടുന്നത്? 9000 എന്ന് ഉത്തരം കിട്ടും. വരവ് 9000 രൂപയാണ്. ചെലവോ 7445 രൂപയാണ് ചെലവ്. അവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 9000-ൽ നിന്ന് 7445 കുറച്ചു നോക്കൂ. എളുപ്പത്തിൽ എങ്ങനെ കുറയ്ക്കാം? 9000-ൽ നിന്ന് 1 കുറയ്ക്കുക, 8999. 7445-ൽ നിന്നും 1 കുറയ്ക്കുക, 7444. ഇവ തമ്മിൽ ഇനി കുറച്ചു നോക്കൂ. 8999 കുറയ്ക്കണം 7444. എത്രയാണ് ഉത്തരം കിട്ടുന്നത്? 1555. വരവും ചെലവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 1555 ആണ്. ഭക്ഷണത്തിന്റെ ചെലവ് എങ്ങനെ കണ്ടെത്താം? ആകെ ചെലവ് തന്നിട്ടുണ്ട്, മറ്റിനങ്ങളുടെ ചിലവും തന്നിട്ടുണ്ട്. ആകെ ചെലവിൽ നിന്ന് മറ്റിനങ്ങൾക്കു ചെലവായ തുക കുറച്ചാൽ പോരെ? അതെ, ആദ്യം എന്താണ് ചെയ്യേണ്ടത്? മറ്റിനങ്ങൾക്ക് ആകെ ചെലവായ തുക കണ്ടെത്തണം. യാത്ര 500, വൈദ്യുതി ചാർജ് 400, ആരോഗ്യം 400. 500 കൂട്ടണം 400 കൂട്ടണം 400 എത്രയാണ്? 1300. ഇനി ഫോൺ ബില്ലും വസ്ത്രത്തിന് ചെലവായ തുകയും തമ്മിൽ കൂട്ടി നോക്കാം. ഫോൺ ബിൽ 330, വസ്ത്രം 460. എത്രയാണ് തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നത്? 790. വേറെ ഇനി എന്തെല്ലാം ഉണ്ട്? വിനോദം പത്രം മാസിക 480, വിദ്യാഭ്യാസം 325. തമ്മിൽ കൂട്ടി നോക്കാം. 480 കൂട്ടണം 325 എത്രയാണ്? 805 ആണ്. ആകെ എത്രയാണ്? 1300 കൂട്ടണം 790 കൂട്ടണം 805. തമ്മിൽ കൂട്ടി നോക്കൂ. 1300-ഉം 790-ഉം എത്രയാണ്? 2090. 1300-നോട് 700 കൂട്ടിയാൽ 2000, പിന്നെ ഒരു 90 ആണുള്ളത്. 2090. 2090 കൂട്ടണം 805. 2895 എന്ന് ഉത്തരം കിട്ടും. ഭക്ഷണം ഒഴികെ മറ്റുള്ള ഇനങ്ങളുടെ ചെലവാണ് 2895. ആകെ ചെലവ് എത്രയാണ്? 7445 ആണ്. 7445-ൽ നിന്ന് 2895 കുറയ്ക്കുമ്പോൾ ഭക്ഷണത്തിന് ചെലവായ തുക കണ്ടെത്താം. കുറച്ചു നോക്കൂ. 7445 കുറയ്ക്കണം 2895. എത്രയാണ് കിട്ടുന്നത്? 4550 എന്ന് ഉത്തരം കിട്ടും. ഭക്ഷണത്തിന് ചെലവായത് 4550 രൂപയാണ്. ഈ പാഠത്തിന്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം.
സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.